അബിയെ കൊണ്ട് വിളക്ക് പൂജ ചെയ്യിപ്പിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിരിക്കുവാണ് നവ്യ. മുറിയിലെത്തിയപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, നീ എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിയല്ലേടി ഈ പൂജ ചെയ്യിക്കുന്നത്? ഇപ്പൊ നിനക്ക് സമാധാനായോ? എല്ലാ സ്ത്രീകളുടെയും നടുവിലിരുന്ന് ഞാൻ വിളക്ക് പൂജ ചെയ്യണല്ലേ? നീ ചെയ്തത് ഒട്ടും ശരിയായില്ല നവ്യെ എന്നൊക്കെ പറഞ്ഞ് നവ്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേട്ട് നവ്യ പൊട്ടിക്കരയുവാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് നീ ഇപ്പോ എന്തിനാടി കരയുന്നേ? അങ്ങനെ അബി ചോദിക്കുവാണ്, എന്നെ പറ്റി നീ ഇങ്ങനെയാണോ അബി കരുതിയിരിക്കുന്നേ? ആ പൂജ നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ? അബി എന്നെ കൊണ്ട് പറ്റാത്തോണ്ടല്ലേ നീ മാത്രം ചെയ്യുന്നത് എന്നൊക്കെ പറയുവാണ് നവ്യ. എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാനാണ് നീ പൈനാപ്പിളും പപ്പായയും ഒക്കെ എനിക്ക് വാങ്ങി തന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അബി. പക്ഷേ ഇല്ലാത്ത കുഞ്ഞിനെ നീ എങ്ങനെ ഇല്ലാതാക്കും? നിനക്ക് ഈ പൂജ മാത്രമല്ല, അവിടെ വലിയൊരു പണി തന്നെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നവ്യ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അബിയെയും കൂട്ടി എല്ലാവരും ക്ഷേത്രത്തിലെത്തുകയാണ്. അബിയെ വെള്ള വസ്ത്രം ധരിപ്പിച്ച് പച്ചവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കാൻ പൂജാരി പറയുന്നുണ്ട്. അത് കേട്ട് നവ്യ ഒരു കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് അബിയുടെ തലവൈ ഒഴിക്കുവാണ്. ആകെ തണുത്ത് വിറച്ചിരിക്കുവാണ് അബി. പൂജയ്ക്കിരിക്കുന്ന മറ്റു സ്ത്രീകളുടെ കവിളില് പൂജാരി ശൂലം തറയ്ക്കുന്നത് കണ്ട് അബി പേടിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ കുത്തുന്നേന്ന് ചോദിക്കുന്നുണ്ട്. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച ശൂലം കുത്തുമ്പോഴേ വേദനിക്കേ ഇല്ല എന്ന് ഒരു സ്ത്രീ മറുപടി കൊടുക്കുന്നു. അയ്യോ വേദനിക്കോ? എനിക്കിത് കാണുമ്പോഴേ പേടിയാവുന്നുണ്ട് എന്നൊക്കെ അബി പറയുമ്പോ നവ്യ അത് ചെയ്യാൻ ഒരു സ്ത്രീയോട് കണ്ണിറുക്കി കാണിക്കുവാണ്. അത് കണ്ട ആ സ്ത്രീ പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ ദേഹത്ത് ദേവി കൂടിയതുപോലെ അഭിനയിക്കുവാണ്. ഇവിടെ എത്ര സ്ത്രീകൾ പൂജയ്ക്ക് വന്നാലും ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പൂജ ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇവന്റെ ത്യാഗത്തിന് ഞാനൊരു സമ്മാനം കൊടുക്കാൻ വന്നതാണ്. അങ്ങനെ ആ സ്ത്രീ പറയുമ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. ദേവി എനിക്ക് സമ്മാനമൊക്കെ തരാൻ പോകുവാണോ? നവ്യ എന്നെ കൊണ്ട് പൂജ ചെയ്യിച്ചത് വളരെ നന്നായി. അങ്ങനെ അബി മനസ്സിൽ പറയുന്ന സമയത്ത് ആ സ്ത്രീ അവിടെ ഇരിക്കുന്ന ശൂലെടുത്ത് അബിയുടെ കവിളിൽ കൊണ്ടുപോയി കുത്തി കയറ്റുവാണ്. അബിയാണെങ്കിൽ വേദന സഹിക്കാനാവാതെ നിലവിളിച്ച് കരയുകയാണ്. നല്ലൊരു സമ്മാനം തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഇതുപോലൊരു പണിയാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ മനസ്സിൽ പറയുവാണ് അബി. പൂജാരി വന്ന് അബിയുടെ കവിളിൽ നിന്ന് ആ ശൂലം വലിച്ചൂരിയപ്പോൾ അബി അമ്മയെ വിളിച്ച് കരയുന്നുണ്ട്. അത് കണ്ട് നവ്യ ചിരിക്കുന്നു. ഈ വിളക്ക് അണയാതെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകണമെന്ന് പൂജാരി ആവശ്യപ്പെട്ടപ്പോൾ ഇത് നവ്യ തന്നെ എടുത്തുകൊണ്ട് പോട്ടെ എന്ന് അബി പറയുവാണ്. അത് പറ്റില്ല, പൂജ ചെയ്ത ആള് തന്നെ ഇതെടുക്കണം. അങ്ങനെ പൂജാരി പറഞ്ഞപ്പോ അബി വിളക്കും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുവാണ്. കനകയുടെ കയ്യിൽ നിന്ന് പലിശക്കാരൻ രക്ഷപ്പെട്ട് ഓടുകയാണ്. കനക അയാളുടെ പിന്നാലെ ഓടുന്നത് ഗോവിന്ദനും നന്ദുവൊക്കെ കൈയോടെ പിടികൂടുന്നു. നിങ്ങളുടെ വൈഫ് എന്നെ അടിച്ച് സ്റ്റോർ റൂമിൽ പൂട്ടിയിട്ടു, ഇത് ഞാൻ പോലീസിൽ അറിയിക്കും. പിന്നെ കാശ് തരാത്തോണ്ട് ഈ വീട് എന്റെ സ്വന്തമാണെന്നൊക്കെ അയാൾ പറഞ്ഞപ്പോ നിങ്ങൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇത് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വീടാണ്, അപ്പോൾ ഞങ്ങളും കേസ് കൊടുക്കുമെന്ന് നന്ദു മറുപടി കൊടുക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുവാണ്. 1 മാസത്തെ അവധി കൂടി തന്ന എല്ലാ എമൗണ്ടും ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. അത് കേട്ട് അയാൾ തിരിച്ചു പോകുന്നു. പിന്നീട് കനക ഗോവിന്ദേട്ട എന്ന് വിളിച്ചു വന്നപ്പോൾ ഇനി നീ എന്നോടൊരു അക്ഷരം മിണ്ടി പോകരുത് അങ്ങനെ പറഞ്ഞ് ഗോവിന്ദൻ പോവുകയാണ്. നന്ദുവും കനകയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പോകുന്നു. അബി വീട്ടിലെത്തിയപ്പോൾ ജലജ അവന്റെ മുറിവില് മരുന്ന് പുരട്ടി കൊടുക്കുവാണ്. പൂജ ചെയ്യാൻ പോയ എൻ്റെ മോന്റെ അവസ്ഥ കണ്ടില്ലേ, കുത്തുവാങ്ങി വന്നു അവൻ. അങ്ങനെ ജലജ പറയുമ്പോൾ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ജലജ. അങ്ങനെ മുത്തശ്ശി മറുപടി കൊടുക്കുവാണ്. എന്തെങ്കിലും കഴിക്കുകയെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇല്ല, ഈ വേദന കാരണം എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല മുത്തശ്ശി. അങ്ങനെ അബി പറയുവാണ്. അബി പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കഴിക്കുക? എനിക്കും വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുവാണ് നവ്യ. നവ്യ മോളെ, നിന്റെ വയറ്റില് ഒരു കുഞ്ഞുള്ള കാര്യം മോള് മറന്നോ? അപ്പോ ഇങ്ങനെ പട്ടിണി കിടക്കാൻ പറ്റില്ല, വല്ലതും കഴിക്കുകയെന്ന് മുത്തശ്ശി പറയുമ്പോൾ ശരി, നിങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നവ്യ കിച്ചണിലേക്ക് വരുവാണ്. ഫുഡൊക്കെ തുറന്നു നോക്കി നവ്യ റൂമിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരു ഫുഡും ഉണ്ടാക്കിയിട്ടില്ല, ഞാനേ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം അങ്ങനെ പറഞ്ഞ് നവ്യ മൊബൈലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുവാണ്. ആരും കാണാതെ ഐസ്ക്രീം കഴിക്കുവാണ് നീ. എന്നെ കാണാതെ നീ ഒളിച്ചിരുന്ന ഐസ്ക്രീം കഴിക്കുവാണല്ലേടാ. എനിക്ക് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇതിന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആദർശ് അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ദേവയാനി വന്ന് ഐസ്ക്രീം പിടിച്ചു വാങ്ങുകയാണ്. ആദർശെ, രാത്രി ഐസ്ക്രീം കഴിച്ച നിന്റെ വലിവിന്റെ അസുഖം കൂടുമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആദർശിന്റെ അസുഖത്തെ പറ്റി അറിഞ്ഞിട്ടും ഈ വീട്ടിലേക്ക് എന്തിനാ നീ ഐസ്ക്രീം കയറ്റിയത്? ഇത് കൊണ്ടുപോയി കളയ്. അങ്ങനെ ദേവയാനി ചൂടാവുകയാണ്. അങ്ങനെ അനി
ഐസ്ക്രീം കൊണ്ടുപോയി കളയുന്നു. അവിടെ സംസാരമൊക്കെ മാറി നിന്നും ജലജ കേൾക്കുവാണ്. എൻ്റെ മോനെ കൊണ്ട് ശൂലം തറപ്പിച്ച് എൻ്റെ മകനെ അവിടെ കിടത്തി. എന്നിട്ട് അവൻ്റെ മകൻ നല്ലതായിരിക്കണം അല്ലേ? ദേവയാനി, നിന്റെ മോൻ ഉടനെ തന്നെ ഞാൻ പെടുത്തിയിരിക്കും എന്നൊക്കെ മനസ്സിൽ പറയുവാണ് ജലജ. നവ്യ ഫുഡ് ഓർഡർ ചെയ്ത് അബിയുടെ മുന്നിൽ ചെന്ന് ആർത്തിയോടെ കഴിക്കുവാണ്. അത് കണ്ട് കൊതിയോടെ നോക്കുവാണ് അബി. എന്തൊരു ടേസ്റ്റ് അബി ഈ ഫുഡിനൊക്കെ. ഞാൻ ഇത് കഴിക്കുന്നതേ എനിക്ക് വേണ്ടിയൊന്നുമല്ല, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ നിന്നെപ്പോലെ പട്ടിണി കിടന്നേനെ എന്നൊക്കെ പറഞ്ഞ് സാൻഡ്വിച്ച് ടേസ്റ്റ് ചെയ്യുന്നോ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട നവ്യെ, നീ തന്നെ കഴിച്ചോ എന്ന് പറയുകയാണ് അബി. നയന മുറിയിലേക്ക് വന്ന് പസിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവാണ്. എന്താ എക്സാം എഴുതുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആദർശം വരുന്നുണ്ട്. ഇത് എക്സാം ഒന്നുമല്ല, പസിൽ ഗെയിമാണ്. ഭയങ്കര ടഫാണ്. കുറച്ച് ക്ലൂ തരുമോ എന്ന് നയന ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആദർശം മാറിക്കിടക്കുന്നു. ഭർത്താവിനില്ലാത്തതും എന്നാൽ ഭാര്യയ്ക്കുള്ളതും അതെന്താണെന്നൊക്കെ നയന ചോദിച്ചപ്പോൾ അതിനുത്തരം വട്ടാണ്. അത് നിനക്ക് നല്ലോണം ഉണ്ടല്ലോ. അങ്ങനെ ആദർശ് കളിയാക്കുവാണ്. പിന്നീട് ആൻസർ താലിയാണെന്ന് ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദർശേട്ടാ, നിങ്ങൾ സൂപ്പറാണെന്ന് പറയുവാണ് നയന. ഭർത്താവ് എപ്പോഴാണ് ഭാര്യയുടെ കാല് പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആദർശിന് അതിന് ഉത്തരം കിട്ടിയില്ല. അത് പാദസര ഇട്ടുകൊടുക്കാനാണെന്ന് നയന പറഞ്ഞു കൊടുക്കുവാണ്. പിന്നീട് ഭാര്യയ്ക്കും ഭർത്താവിനുള്ള രാത്രി ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആദർശ് എനിക്കറിയാം, ശിവരാത്രിയല്ലേ എന്ന് മറുപടി കൊടുക്കുവാണ്. അത് തെറ്റാ ആദർശേട്ടാ, എനിക്കത് പറയാൻ നാണാവുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് നയന. വെറുതെ അഭിനയിക്കാതെ എന്താണെന്ന് വെച്ചാൽ പറയാൻ ആദർശ് ആവശ്യപ്പെട്ടിട്ടും നയന അത് പറഞ്ഞില്ല. അതെന്തായിരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് നയനയുടെ അടുത്ത് വന്നിരിക്കുവാണ്. നയന എഴുതിയത് നോക്കി ആദ്യ രാത്രിയോ, ഇതായിരുന്നു ഇത്ര വലിയ ആൻസർ എന്ന് ആദർശ് കണ്ടുപിടിക്കുന്നു. ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് കണ്ണടയ്ക്കുന്നത് എപ്പോഴാണെന്ന് നയനയുടെ ചോദ്യം കേട്ട് ആദർശ് അതിന് ആൻസർ ആലോചിക്കുവാണ്. പെട്ടെന്ന് ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഉറങ്ങുമ്പോഴല്ലേ ഒരുമിച്ച് കണ്ണടയ്ക്കുന്നത്. അപ്പോൾ ഉത്തരം ഉറക്കമാണെന്ന് ആദർശ് പറഞ്ഞു കൊടുക്കുന്നു. ആദർശേട്ടൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. മായിൽ തുടങ്ങി എന്നിൽ അവസാനിക്കും എന്നൊക്കെ പറയുവാണ് നയന. അങ്ങനെയാണോ? എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആദർശ് നയനയുടെ അടുത്തേക്ക് വന്നപ്പോൾ അറിയാതെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ആദർശ് അങ്ങനെ ചെയ്തത് കണ്ട് വിശ്വസിക്കാനാവാതെ നോക്കുവാണ് നയന. പെട്ടെന്ന് നയന ആദർശിനെ നോക്കി ചെവി പൊത്തി നിർത്താതെ നിലവിളിക്കുവാണ്. അത് കണ്ട് ആകെ പേടിച്ച് നിൽക്കുവാണ് ആദർശ്. ഇങ്ങനെ അലറി വിളിച്ച് ആളെ കൂട്ടാതെ അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ നിന്റെ അടുത്ത് പോലെ ഇനി വരില്ല, ഇങ്ങനെ നിലവിളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പുതച്ചു മൂടി കിടക്കുവാണ് ആദർശ്. അത് കണ്ട് നയന കരച്ചിലൊക്കെ നിർത്തി ആദർശിനെ നോക്കി പൊട്ടിച്ചിരിക്കുവാണ്.